ഇതാക്കണേ പുതിയാപ്പിൾക്ക് പോകാനേ വണ്ടി സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കാണ് നമ്മളെ ചെക്കനെ 10 മണിക്ക് ഇറങ്ങുന്ന പറഞ്ഞേ 9:50 ആയിട്ടുണ്ട് ഇറങ്ങിണ്ടാവില്ല. അപ്പൊ ചെങ്ങന്മാരെ നമ്മളെ കാക്കത്തരത്തുള്ള മുനവർ മുത്തുവിന്റെ കല്യാണ വിശേഷങ്ങളാട്ടോ ഇന്ന് കാണാൻ പോണേ. കല്യാണേ വീട്ടിൽ വെച്ചെന്നെയാണ് നടക്കണത്. നമ്മളിതാ പുതിയാപ്പിളുടെ റൂം കയറി വെക്കപ്പോ ചെക്കനെ ഒരുക്കാണ് ആര് ചെക്കന്മാരെ എല്ലാരും ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് നോക്കുക എന്താ ഈ ചെക്കന് എങ്ങനെ ഈ ചെക്കന് നോക്കാന്. പിന്നെ നമ്മളെ ചെക്കനെ ഒരുക്കണ ആരാ നോക്കുകയാണെങ്കിൽ നമ്മള് സാദിക്ക് അടിപൊളിയല്ലേ കാരണല്ലേ നമ്മള് ഫസിൽ ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് നോക്കും എന്തായി കഴിഞ്ഞോ കാരണന്മാര് ചൂടാണ്ടിട്ടോ വരിയെന്ന് അങ്ങനെ വൈകിപ്പിച്ചില്ലട്ടോ അതാ ചെക്കനെ ഇറങ്ങാണ്. അപ്പോൾ നമ്മൾ സാധിക്കുന്ന കരുതൽ നോക്കിയാ നിങ്ങൾ അങ്ങനെ എല്ലാരോടും ഞാൻ പോയിട്ട് വരാൻ പറഞ്ഞുണ്ട് ഇതാ ചെക്കനെ ഇറങ്ങാണ്. അങ്ങനെ ദുആക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ പിന്നെ ഫോട്ടോ എടുക്കുന്ന തിരക്കായിട്ടോ. പുതിയാപ്പിള ചെക്കനക്ക് ഒരുക്കിയിട്ടുള്ള വണ്ടി നമുക്ക് ഏതായാലും ഇഷ്ടപ്പെട്ട് അടിപൊളിയായിട്ടോ. അല്ല ഇവരെന്താ തള്ളാതെ നിൽക്കുന്ന വണ്ടി ഇതെന്താ പോണില്ല അതാ പോണ്. അങ്ങനെ പുതിയാപ്പിള ചെക്കൻ അതാ പോണിട്ടോ. അപ്പൊ ഇതാ നമ്മള് പെണ്ണിന്റെ പേരേക്ക് പോവാണ്. ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അങ്ങോട്ട് പുതിയാപ്പിള ചെക്കനെ വണ്ടി അങ്ങോട്ട് നോക്കിയാണ് എങ്ങനെ അടിപൊളിയല്ലേ. അങ്ങനെ നമ്മള് പെണ്ണിന്റെ വീട്ടിലെത്തിക്കിട്ടോ. നമ്മള് സാർ ഇത് കണ്ടപ്പോ തന്നെ ഏതാ മോനെ വണ്ടി എന്തായാലും വല്ലാത്ത അങ്ങനെ പുതിയാപ്പിളെ വണ്ടി ഇതൊക്കെ ഇറങ്ങിയാണ്ട് ഇതാ കാരന്മാരുടെ കാത്തുക്കുണ്ട് നിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ നാസറാക്കാന്റെ മോളാണ് ആര് കെട്ടണേ മുനവർ കെട്ടണത്. നിക്കാഹൊക്കെ കഴിഞ്ഞ് ഇതാ ദുആ ആരംഭിച്ചിട്ടോ. അങ്ങനെ ദുആ കഴിഞ്ഞ് ഇതാ നഴ്സും കാര്യങ്ങളൊക്കെ എത്തിന്ന് അതൊക്കെ എടുത്താണ് നമ്മള് നേരെ അങ്ങോട്ട് പോയി ചൊറ്ററിക്ക് മുഷ്ഫിക്കേ തട്ടണ തട്ടൊക്കെയാണെങ്കിൽ ഏതായാലും ഫുഡ് അടിപൊളിയായി കണ്ടോ ഒരു രക്ഷയില്ല. കാരണം ചോറിച്ചത് നമ്മളെ ചെയ്താക്കേട്ടോ. ഇപ്പൊ ഞാൻ വെറുതെ പറയാൻ നിങ്ങൾ വിചാരിക്കണ്ട നമ്മളെ കുഞ്ഞുട്ടേജ് കിടന്നൊക്കെയാണ്. ഏതായാലും എല്ലാവർക്കും ഫുഡ് ഇഷ്ടപ്പെട്ടോ. ചോറ്ററിൽ സജീവമായിട്ട് നമ്മളെ ചെക്കൻ കേട്ടോ. കോയാണെങ്കിലോ സപ്ലൈ ചെയ്താണ്ട് കോയങ്ങിട്ടോ. ഇത് നമ്മളെ പുതിയാപ്പിള ചെക്കന്റെ ചങ്ക് ആണ് നോക്കിയാണെങ്കിൽ നമ്മളെ ആഷിക് ബ്രോ ആണ്. കല്യാണ ദിവസം നല്ല ചൂടായി. പിന്നെ നമ്മള് പെണ്ണിന്റെ ചെക്കനെ ഫോട്ടോ എടുക്കാൻ പുറത്തേക്ക് വന്നാ ചെക്കന്റെ വീട്ടിലേക്ക് ആളുകൾ ഒഴുകി എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ആണെങ്കിൽ വരുന്നവർക്ക് ലൈവ് ചായ ഓർലക്സ് ബൂസ്റ്റ് ഏതാ മാണ്ടി വെച്ചാൽ കുടിച്ചു പോകും. നമ്മളെ റിസുമോനൊക്കെ നേരത്തെ തന്നെ എത്തിട്ടോ. റിസുമോണ്ട് ഫിലിമോൻ എല്ലാരും എത്തിയാണ്. തിരക്കാണെങ്കിലും അതിനിടയിൽ ഇതാ കല്യാണത്തിന് വരുന്നത് നമ്മൾ സുൽത്താൻ ഉണ്ടോ ആര് സേഫ് പോയി അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കിയിട്ട് അതിലൊന്നും വൈയില്ല. എങ്ങനെയായാലും ഞാൻ ഈ കൂടെ കേരളം പറഞ്ഞാണ്ട് മുപ്പതായി കൂടെ ചാടിപ്പാഞ്ഞ് വരണിട്ടാ. അങ്ങനെ ഒടുക്കം നമ്മളെ പുതിയാപ്പളിന്റെ അടുത്ത് എത്തിക്കണേ. അതില് സേഫിനോട് ചേച്ചി ചോറ് നിന്നോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നിട്ടില്ല എന്നാ വാ തിന്നാറ്. അങ്ങനെ ഞങ്ങൾ വെറും ചോറ് നിന്നിട്ടോ. അപ്പൊ നമ്മളെ മാഷും ഷർഫും ഒക്കെ ഉണ്ടായി. സമയം 1 മണി നല്ല തിരക്കാട്ടോ. ഇവിടെ തെക്കണ കിച്ചണിലൊക്കെ ഭയങ്കര തിരക്കിലാണ് ആര് പണ്ടാരികള്. അതിന്റെ കൂടുതൽ ഇൻസ്റ്റേഡ് ചെയ്താണ് നമ്മൾ നെഞ്ചുമുത്തിന് ഇന്നെ കണ്ടപ്പറ്റ വന്നാണോ ഒരു ഡൗട്ട് ഇല്ല. അങ്ങനെ ആ വലിയ തിരക്ക് ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഫോട്ടോഷൂട്ടിലാണ്. അതിന്റെ ഇടയിൽ കൂടെ മാനോ പോണ് കവറായിട്ട് ഈ പെണ്ണിനെ കൊണ്ടുവരാൻ പോണ്ടേ അതിന് വേണ്ടിയുള്ള തിരക്കാണ്. ഇത് റോഡൊക്കെ ബ്ലോക്ക് ആയി ഉണ്ട്. ആൾക്കാർ പറഞ്ഞേക്കാണ് ഇവിടുന്ന് വണ്ടി പുതിയാപ്പിള ചക്കരം മാറ്റിന് എന്തിനാ പെണ്ണിനെ കൊണ്ടുവരാൻ പോവാനേ. ഓലെ അവിടുന്ന് പോകുന്നോ അത് കേട്ടപ്പോ തന്നെ നമ്മൾ ബാവലി ഐസ്ക്രീം വന്നിട്ട് ഒരു ഓർഡർക്കുള്ള സാധനം കൊണ്ടു സ്കൂട്ടർ മേലെ സംഭവം ഇവിടെ ഒക്കെ സെറ്റ് ആക്കിട്ടോ. ഓല് എത്തിയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമ്മളെ ചെക്കന്മാരെ പാട്ട് പെണ്ണിന്റെ എളാപ്പിയും കൂട്ടു ഇതാ വരണിട്ടോ. എന്തായാലും എൻട്രി ഇതാണെങ്കിലോ പെണ്ണിന്റെ ആങ്ങളമാരട്ടോ. അങ്ങനെ വന്നവരൊക്കെ പോയി നമ്മളും അങ്ങനെ ഇറങ്ങിട്ടോ അവിടുന്ന്. ഇവർക്ക് കുറച്ചുകൂടി ഫോട്ടോ എടുക്കാണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഇവിടെ യാത്ര ആക്കി എങ്ങോട്ട് ഫോട്ടോ എടുക്കാനേ. അപ്പോഴാണ് നമ്മളെ ഫോളോവേഴ്സിനെ കണ്ടത്. അങ്ങനെ ഓല ഉൾപ്പെടുത്തി. അപ്പൊ അടുത്ത വീഡിയോ വരുമ്പോ ബൈ. നിക്ക് അപ്പളേ ഇതാ ഫോളോ ചെയ്താൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്തിട്ടാട്ടോ. അപ്പൊ ഓക്കെ.